വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് നടന്നിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കോമണറായിട്ടുള്ള അനീഷാണ് കയറിപ്പോയിട്ടുള്ളത്. അനീഷിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുമാതിരി സീസൺ 2 രജിത് കുമാറിൻ്റെ സ്ട്രാറ്റജി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളി ആദ്യം വരുന്ന കണ്ടസ്റ്റൻസിനെ നൈസായിട്ടൊന്ന് വെറുപ്പിക്കും. അതുകൂടാതെ ആരെങ്കിലും എൻട്രി ആയിട്ട് വരുവാണെങ്കിൽ പുള്ളി നൈസായിട്ടൊന്ന് മാറി നിൽക്കും. എന്നിട്ട് 1-2 കണ്ടസ്റ്റൻസ് വന്ന് വിളിച്ചാൽ മാത്രമേ വന്നൊന്ന് പരിചയപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന കണ്ടസ്റ്റൻറ്റ് ഈ ആളെ നോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളി എന്തായാലും ഒരു ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം പല കണ്ടസ്റ്റൻസും വന്നു. അനുമോള്, ആദിൽ നൂറ, ശാരിക ചേച്ചി, ഹോട്ട് സീറ്റിലെത്തുന്ന ശാരിക ചേച്ചി, പിന്നെ റെന ഫാത്തിമ, ബിൻസി, ബിനി, അങ്ങനെ പല കണ്ടസ്റ്റൻസും. എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വേറൊരാളും കൂടി വന്നു. അപ്പാണി ശരത്തും വന്നിട്ടോ. അപ്പാണി ശരത്തിന് മുന്നേ വേറൊരാളും കൂടി വന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, രേണു സുധി. പുള്ളിക്കാറ്റ് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, 4000 രൂപയുടെ ഫോൺ മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റാത്തത്, ഇനി അങ്ങോട്ട് യൂട്യൂബിൽ നല്ല രീതിക്ക് വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, ബിഗ് ബോസിൽ വന്നിരിക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പുള്ളിക്കാരത്തി എന്തായാലും കൺഫേംഡ് കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം. ഇനി പുള്ളിക്കാരത്തിയുടെ കളികൾ നമുക്ക് ബിഗ് ബോസിൽ കാണാം. ഓരോ കണ്ടസ്റ്റൻറ്റും കയറുന്നതിന് മുന്നേ ഒരു ഗെയിം അവർ വെച്ചിരുന്നു. അതിൽ ഈ റെനീഷ എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് തീരെ പിടികിട്ടിയില്ല. പുള്ളിക്കാരത്തിനെ നിർത്തിയിരുന്നത് കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ വരുന്ന ആൾ അവർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അവരൊന്ന് കുഴപ്പിച്ച് എന്ന് വെച്ചാൽ കൺഫ്യൂസാക്കി വിടാൻ വേണ്ടിയായിരുന്നു റെനീഷേനെ നിർത്തിയത് പോലെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ വേസ്റ്റായിരുന്നു ആ ഒരാൾ. പിന്നെ ആ ഗെയിമിൻ്റെ അനിവാര്യം എന്താണെന്നുള്ള കാര്യം നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും കയറിയതിന് ശേഷം ബിഗ് ബോസ് പറയുകയുണ്ടായി. അതിൽ വിജയിച്ച 3 പേർക്ക് മാത്രമേ പെട്ടികൾ വരുള്ളൂ, ബാക്കിയുള്ളവർക്ക് പെട്ടികളില്ല. എല്ലാ ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഏത് ബിഗ് ബോസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ ദിവസം ആരെങ്കിലും ഒരാൾക്ക് പെട്ടി ഉണ്ടാവില്ല. പിന്നെ ആ ആൾ എനിക്ക് ഡ്രസ്സ് താ ബിഗ് ബോസ് എന്നും പറഞ്ഞ് പുറകെ നടന്നിട്ട് അത് കൊടുക്കുന്നത്, അതൊരു കണ്ടൻ്റായിട്ട് അവർ സ്ഥിരമായിട്ട് ഇടുന്നത്. അത് തന്നെ ഒരു ടാസ്ക് പോലെ കൊടുത്തിരിക്കുക. എന്നിട്ട് അതിന് ഒരു പേരും 7ൻ്റെ പണി. എനിക്കിത് 7ൻ്റെ പണിയായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവർക്ക് യൂണിഫോം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെട്ടി വരുന്നത് വരെ അവർക്ക് യൂണിഫോം ഇടാം. അപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 100 ദിവസം അവർ പെട്ടിയൊന്നും പിടിച്ചു വെക്കാൻ പോകുന്നില്ല. ഈ ടാസ്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് വലിയ 8ൻ്റെ പണിയോ 7ൻ്റെ പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് 7ൻ്റെ പണിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ്സിൻ്റെ റിവ്യൂസ് വരുന്നത് വരേക്കും ബൈ.